അധികം ആർക്കും അറിയാത്ത, സഞ്ചാരികൾ ഇനിയും വന്നെത്തിയിട്ടില്ലാത്ത മേലോരം വലിയ തോടിൻ്റെ ദൃശ്യവിരുന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച അതിശക്തമായ മഴയിൽ നിറഞ്ഞൊഴുകുന്ന വലിയ തോട് സന്ദർശിക്കുന്നതിന് ഏറ്റവും പര്യാപ്തമായ സമയമാണ് ഇപ്പോൾ. പുറത്തുനിന്നും വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ എത്തണമെങ്കിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന്, 35-ാം മൈലിൽ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ബോയ്സ് എസ്റ്റേറ്റിലൂടെ ഇടത്തേക്ക് കിടക്കുന്ന വഴിയിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേലോരം പള്ളിക്കവലയിലെത്താം. 2, പെരുവന്താനത്ത് നിന്നും പെരുവന്താനം ചുഴുപ്പ് സ്കൂളിൻ്റെ അതിലെയുള്ള വഴിയിൽ അഴങ്ങാട് വഴി മേലോരത്തേക്ക് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ മേലോരം പള്ളിക്കവലയിലെത്താം. ഈ പള്ളിക്കവലയിൽ നിന്നും പേവാട് എന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുരിശടി കാണാം. വലിയ തോടിൻ്റെ അടുത്തുള്ള ഒരു കുരിശടി കാണാം. ആ കുരിശടിയിലെത്തിയിട്ട് അവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന ഒരു നല്ല ചെങ്കുത്തായിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് ഈസിയായിട്ട് മുകളിലേക്ക് കയറി പോകാം എന്ന് തോന്നുമെങ്കിലും അതിലേക്ക് വണ്ടി ഓടിച്ച് മുകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ കുരിശടിയുടെ ഭാഗത്ത് നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട്, അത് 2 വീലറാണേലും 4 വീലറാണേലും ആ ഭാഗങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. കാരണം ചെങ്കുത്തായിട്ടുള്ള കയറ്റമായതിനാൽ നിങ്ങൾ മുകളിലേക്ക് എങ്ങനെയും കയറി പോയെങ്കിൽ പോലും തിരിച്ചിറങ്ങി വരുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് വണ്ടി സ്ലിപ്പായിട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ വലിയ തോടിൻ്റെ അടുത്തുള്ള കുരിശടി ഭാഗത്ത് നിർത്തിയിട്ടിട്ട് ഏകദേശം ഒരു 100, 150, 200 മീറ്ററോളം മുകളിലേക്ക് നടന്നു കയറുകയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായിട്ട് സാധിക്കും. ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൽ തോന്നില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലമൊന്നും അല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ സുരക്ഷ നോക്കേണ്ടത് അത്യാവശ്യമാണ്. തോടാണ്, തെന്നലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും ഈ വഴിയെ നടക്കുമ്പോഴും വെള്ളത്തിലിറങ്ങുമ്പോഴും കളിക്കുമ്പോഴുമൊക്കെ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. അപകടങ്ങളുണ്ടാകാതെ റെസ്പോൺസിബിളായി ഇവിടെ വന്ന് പോവുക. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ആശംസിക്കുന്നു. നന്ദി.